ഗോൾഡ് വിന്നർ ഹൃദ്യം പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഫോർഗോട്ടൻ, അതായത് പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പലർക്കും ഇപ്പോൾ അറിയില്ല. തിരുവാതിര പുഴുക്ക്. പ്യൂർ പ്ലസ് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും പണ്ട് മുതലേ ആളുകൾ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് വെളിച്ചെണ്ണ മാത്രമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലുള്ള ഇന്നത്തെ തിരുവാതിര പുഴുക്കിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം എന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ്: കപ്പയുണ്ട്, കായയുണ്ട്, ചേമ്പ്, പിന്നെ ചേന, പിന്നെ എല്ലാ റൂട്ട്സും, അതായത് കിഴങ്ങുകളൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം. അതായത് ഓരോ കാലഘട്ടത്തിൽ, ഇപ്പം തിരുവാതിര എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സമയത്ത് ആണ് ഈ തിരുവാതിര. അതിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പ്യൂർ പ്ലസ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും പണ്ട് മുതലേ ആളുകൾ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് വെളിച്ചെണ്ണ മാത്രമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലുള്ള ഇന്നത്തെ തിരുവാതിര പുഴുക്കിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം എന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ്: കപ്പയുണ്ട്, കായയുണ്ട്, ചേമ്പ്, പിന്നെ ചേന, പിന്നെ എല്ലാ റൂട്ട്സും, അതായത് കിഴങ്ങുകളൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം. അതായത് ഓരോ കാലഘട്ടത്തിൽ, ഇപ്പം തിരുവാതിര എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സമയത്ത് ആണ് ഈ തിരുവാതിര. ധനുമാസം എന്ന് പറയുന്ന മലയാളത്തിലും ധനുമാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള സമയമാണ്. തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ മനുഷ്യർ നന്നായിട്ട് ഓയിലുകൾ, അതായത് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കണം. അതിന് വേണ്ടിയിട്ട് പൂർവികർ അന്നേ ചെയ്തു വെച്ചൊരു കാര്യമാണ് ഇന്ന ദിവസങ്ങളിൽ അപ്പോൾ കാരണം അന്നൊന്നും സ്ത്രീകൾക്ക് റെസ്റ്റ് ഇല്ല. കാരണം സ്ത്രീകൾ ആകെ റെസ്റ്റ് എടുക്കുന്നത് ആ ഡെലിവറി ടൈമിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പുഴുക്ക്. സ്ത്രീകൾക്ക് ഈ റെസ്റ്റിൻ്റെ ടൈമിൽ ഈ പുഴുക്ക് കഴിക്കണം എന്ന് പറയുന്നത്. കുറച്ച് നേരം ഫാസ്റ്റ് ചെയ്ത്, മോർണിംഗ് തൊട്ടിട്ട് നൈറ്റ് വരെ ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ കഴിക്കുന്ന സാധനമാണ് ഈ പുഴുക്ക്. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ കായയുടെയൊക്കെ കറ ഇളകിയിട്ട് കളറ് ചേഞ്ച് ആവും. അതിനുവേണ്ടി നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. തിരുവാതിരയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശിവപാർവതിമാരുടെ വിവാഹ ദിവസമാണ്. ശിവൻ ഒരുപാട് കാലം തപസ് ചെയ്തിട്ട് പാർവതിയെ കിട്ടിയ ഒത്തിരി നാൾ ശിവൻ തപസ് ചെയ്തിട്ട് പാർവതിയും അതേപോലെ തന്നെ ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നാൾ തപസ് ചെയ്തു എന്നും അതിൻ്റെ ആ ഓർമ്മയുടെ ദിവസമായിട്ടാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ഹിന്ദുക്കളുടെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പം കിഴങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കിഴങ്ങുകളൊക്കെ തന്നെ വെളിച്ചെണ്ണയിൽ വേവിച്ച് കഴിക്കുന്നത് നമ്മുടെ ഇന്നിപ്പോൾ സാലഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇന്നിപ്പം എല്ലാവരും കഴിക്കുന്നത് എന്താ? ടോസ്റ്റഡ് വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ക്യാപ്സിക്കം, കാളിഫ്ലവർ, അതൊക്കെ നമ്മുടെ ഇമ്പോർട്ടഡ് വെജിറ്റബിൾസ് ആണ്. സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെ വെജിറ്റബിൾ ശരിക്കും വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്ത് കഴിക്കുന്നതും ഇതുമായിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത് തീർച്ചയായും. കാരണം നമ്മുടെ പഴയ തലമുറയ്ക്ക് മാത്രം അറിയുന്നതും പുതിയ കുട്ടികൾക്കൊന്നും അറിയാത്തതുമായിട്ടുള്ള വിഭവമാണ് ഈ തിരുവാതിര പുഴുക്ക്. വളരെ ഹെൽത്തിയും പെട്ടെന്ന് ദഹിക്കുന്നതുമാണ്, വളരെ ഹെൽത്തി കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഇത് അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. നമ്മൾ കുക്കർ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെയിറ്റുള്ള നമ്മളിതാ ഒരു 10 മിനിറ്റ് വിസിൽ ആണെങ്കിൽ നല്ല കിഴങ്ങാണല്ലോ, അതുകൊണ്ട് ഒരു 2 വിസിലടിക്കുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും. കുറച്ച് വെള്ളം ഒഴിച്ചു, ഇത് വേവാൻ ആവശ്യമായ വെള്ളം.
കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പം ഞാൻ ഉപ്പിടുന്നില്ല. ചിലപ്പോൾ ചേന വേവാത്തയാണ്, നമ്മൾ പെട്ടെന്ന് ഉപ്പിട്ടാൽ ചിലപ്പോൾ ചേന വേവത്തില്ല. അപ്പം പിന്നെ വീണ്ടും നമ്മൾ വേറെ എടുത്തിട്ട് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഏകദേശം നമ്മളെ കുക്കറിൽ ടൈം ഏകദേശം നമുക്ക് ആയി തുടങ്ങിയത്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ കിഴങ്ങുകളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ തൽക്കാലം ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർക്കണം. ഇത് വേവിച്ച് വെച്ച ചെറുപയറാണ്. ചെറുപയറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. വേവിച്ച് വെച്ച ചെറുപയർ ഒരുപാടൊന്നും ചേർക്കണ്ട. നമ്മൾ 2 സ്പൂൺ ചെറുപയർ ചേർക്കും. ഇനി നമുക്ക് സോൾട്ട് ഇടണം. നമ്മൾ സോൾട്ട് ഇട്ടിട്ടില്ല ഇതിൽ. അപ്പം ചേന വേവില്ല എന്നുള്ളത് പേടിച്ചുകൊണ്ടാണ് ഞാൻ സോൾട്ട് ഇടാഞ്ഞത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സോൾട്ട് ഇടാം. ഇതൊക്കെ വൈകുന്നേരമാണ് എല്ലാവരും കഴിക്കുക. ഇത് നമ്മളിത് കണ്ടോ, നമ്മുടെ പുഴുക്ക് നന്നായിട്ട് പാകമായി. ഇതിൻ്റെ കൂടെ നല്ല ചുക്ക് കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇപ്പം നമുക്ക് വേണ്ടത് കോക്കനട്ട്. ഇത് ഞാൻ ചതച്ച് വെച്ചതാണ്. ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ചതച്ച് വെച്ചാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ വൈകുന്നേരമാണ് എല്ലാവരും കഴിക്കുക. വൈകുന്നേരം വാഴയിലയിൽ ചൂടുള്ള പുഴുക്കും ചുക്ക് കാപ്പി ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇത് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സമീകൃത ആഹാരമാണ്. സമീകൃതം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീനും എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പ്യൂർ പ്ലസ് കോക്കനട്ട് ഓയിലിൽ ഇതെല്ലാം അടുത്ത പരിപാടി ഞാൻ നോക്കാൻ പോവാണ്. ഇതിനകത്തേക്ക് നമ്മൾ പ്യൂർ പ്ലസ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു. കുറച്ച് കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടട്ടെ, അതുവരെ നമുക്ക് തോന്നും. ഇത് കുക്കായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. പ്യൂർ പ്ലസ് കോക്കനട്ട് ഓയിലിൽ ഇതെല്ലാം കൂടെ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടൊന്ന് നല്ലതായിട്ട് താളിച്ചതിന് ശേഷം നമ്മുടെ പുഴുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാം. ഈ ചൂടോടെ കഴിക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഞാൻ മുളകും കൂടി ഇട്ടു. കടുകൊക്കെ പൊട്ടി കരിവേപ്പിൻ്റെ ഇല ഇട്ടു. ഞാൻ തവ ഓഫ് ചെയ്തു. ഇനി തവ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. റിച്ചാണ്. നമുക്ക് ഒരു ക്ഷീണോ അല്ലെങ്കിൽ വേറെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല. നമ്മളതിന് വേണ്ട എല്ലാ സാധനങ്ങളും ചേർന്ന് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ പുഴുക്ക് വെന്ത് കഴിയുമ്പോൾ, കിഴങ്ങുകളൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ക്രഷ്ഡ് കോക്കനട്ട്, അതായത് കുറച്ച് ജീരകം, ചെറിയുള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത തേങ്ങയും കൂട്ടി ചതച്ചെടുത്തതാണ് നമ്മൾ വേവിച്ച കിഴങ്ങിനകത്തേക്ക് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വേവിച്ച പയറും കൂടെ ചേർക്കുന്നുണ്ട്. പയറും നമ്മുടെ ഈ കിഴങ്ങിന് ഇതിനും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ചെറുപയറും കൂടെ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു നല്ല സമീകൃത ആഹാരമാണ്. റിച്ചാണ്. നമുക്ക് ഒരു ക്ഷീണോ അല്ലെങ്കിൽ വേറെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല. നമ്മളതിന് വേണ്ട എല്ലാ സാധനങ്ങളും ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വറ്റൽമുളകും ഇട്ട് ഇതിൻ്റെതാ ലാസ്റ്റ് പ്രോസസ്സിങ്ങിലാണ്. നമസ്കാരം. അപ്പം പ്യൂർ പ്ലസ് കോക്കനട്ട് ഓയിൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പുഴുക്ക് ഞാനൊന്ന് രുചിച്ച് നോക്കാം. രുചിക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ ഇവിടെ വെച്ചപ്പോഴേക്ക് തന്നെ നമ്മുടെ ആ പ്യൂർ പ്ലസ് കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മൾ ഈ പഴയ കാലത്തെ കൊപ്ര മില്ലിൻ്റെയൊക്കെ അടുത്ത് കൂടെ നാട്ടുന്ന കൊപ്ര മില്ലിന് ഇപ്പൊക്കെ മിഷനായി അന്നൊക്കെ ഈ ആട്ടിയെടുക്കുന്ന അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് എന്നെ അതാ കുറേ കാലം പിന്നോട്ട് കൊണ്ടുപോയി.
ഗോൾഡ് വിന്നർ ഹൃദ്യം പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.